ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുർത്തിയുടെ നെക്ക് ഡിസൈനായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയാണ്. ബിഗിനേഴ്സിന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കുർത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിലെല്ലാം എങ്ങനെയാണ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇതിനകത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചത് ഇതിന് ഞാൻ ലൈനിങ് കൊടുക്കുന്നുണ്ട്. ലൈനിങ്ങും കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതേപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ നെക്കിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് കാണിക്കാൻ പോകുന്നത്. ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 11.5 ഇഞ്ചും വിഡ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചുമാണ്. ഇനി ഇതിന് നമുക്ക് ക്യാൻവാസ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ഇതേ മെഷർമെൻറ്റിലുള്ള ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് അയൺ ചെയ്ത് എടുക്കണം. അതായത് ഇതിൻ്റെ ചീത്ത വശത്താണ് അയൺ ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാൻ അയൺ ചെയ്തെടുത്തതാണ്. ഇനി ഞാനിതിന് ഒരു സിമ്പിൾ എംബ്രോയ്ഡറിയാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതായത് എംബ്രോയ്ഡറി ത്രെഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ആങ്കറിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് 3 സ്കെയിൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ സൂചിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ലൈൻസിൽ ജസ്റ്റ് നമുക്കൊരു ബാക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഇടുമ്പം ആദ്യം നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എടുക്കണം. വീണ്ടും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ലൈൻസിൽ ഇങ്ങനെ ബാക്ക് സ്റ്റിച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ലൈൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുക്കണം. ഡിസൈനിലുള്ള ലൈൻസിനനുസരിച്ച് ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? എന്നിട്ട് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. അതിൻ്റെ ഫോൾഡിങ്ങിന് വേണ്ടിയിട്ട് കണ്ടോ ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കണം. ബാക്കിൽ നോക്കിയാൽ കണ്ടോ അങ്ങനെ ബാക്കിലേക്ക് ആക്കിയിട്ട് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൽ അത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ നമുക്കൊരു ഡോരി ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഡോരി റോപ്പ് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റോപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ലൂപ്പ് വെച്ച് കൊടുക്കാനാണ് സൈഡിൽ.
അപ്പോൾ നമുക്ക് ഇതിനൊരു മെഷർമെൻറ്റ് നോക്കിയിട്ട് ഏകദേശം എത്ര ലെങ്ത്ത് വേണം നോക്കിയിട്ട് അതേപോലത്തെ 3 എണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ട് 3 പീസാക്കുകയാണ്. ഇങ്ങനെ 3 പീസാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് എവിടെയാണ് നമ്മൾ ഈ പാറ്റേൺ പ്ലേസ് ചെയ്യേണ്ടതെന്ന് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഇതിൻ്റെ മിഡിൽ, അതായത് ഈ ഒരു കുർത്തിൻ്റെ മിഡിൽ കാണുക. ഈ മിഡിൽ നിന്ന് നമ്മളുടെ നെക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. അപ്പോൾ എനിക്ക് വേണ്ടത് 5.5 അപ്പോൾ ഞാൻ 5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമ്മളുടെ വേസ്റ്റിൻ്റെ മിഡിൽ കാണുക. എങ്കിലേ അത് കറക്റ്റ് മിഡിൽ നിൽക്കുകയുള്ളൂ. അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളിങ്ങനെ അതിൻ്റെ കറക്റ്റ് മിഡിൽ നോക്കിയിട്ട് മാർക്ക് ചെയ്യും. അപ്പം നമ്മൾ മിഡിൽ കണ്ടിട്ടുണ്ട്. ഇതൊന്ന് സ്ട്രെയിറ്റ് ആക്കി വരച്ചു കൊടുക്കണം. സ്കെയിൽ വെച്ച് വരച്ചാൽ മതി. അപ്പം ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാറ്റേൺ ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കറക്റ്റിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ഒരു ടൈമിങ്ങിൽ ഇതിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ ഒരു കുർത്തിയുടെ ഫാബ്രിക്കിൽ മാത്രമാണ്, ഫാബ്രിക്കിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ ഞാൻ 3 ലൂപ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ 3 ലൂപ്പ് വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ ജസ്റ്റ് ഒരു പാറ്റേണിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെച്ച് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി. ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള അല്ലെങ്കിൽ നമ്മൾ സാധാ ബട്ടണോ എന്താ വെച്ചാൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പാറ്റേൺ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ലൈനിങ് ഇട്ടിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാതും എങ്ങനെയാണ് ഒരു കുർത്തി ജോയിൻ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഇതാണ് നമ്മളുടെ പാറ്റേൺ വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്കിലാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പ്ലെയിനിൽ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് കാണിക്കും. പാറ്റേണിൻ്റെ എൻഡിലായിട്ട് ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള, അതായത് എംബ്രോയ്ഡറിക്ക് മാച്ചിങ് ആയിട്ടുള്ള ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ നെക്ക് പാറ്റേൺ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.